ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗാർഡനിങ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ കുറച്ച് ഗാർഡനിങ് സംഭവങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. ആൻഡ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ദയനീയ അവസ്ഥയിലോട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ ചില സ്ഥലങ്ങളിൽ ചെടികളില്ല, ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് വളർന്നു നിൽക്കുന്നു, അപ്പോൾ ചില സ്ഥലങ്ങളിൽ കാട് പോലെ നിൽക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഗാർഡനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട്. ആകെ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ ആ ഒരു കൊറോണ സമയത്ത് കളക്ട് ചെയ്തത് കൂടുതലും ഇത് മേടിക്കണേലും എല്ലാവരുടെയും നിന്നും അടിച്ചു മാറ്റുകയും എല്ലാവരുടെയും നിന്നും മേടിച്ച് കൊണ്ടുവന്ന് വെച്ച ചെടികളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ അടിയിൽ ടൈലിട്ടേക്കണതുകൊണ്ട്, കല്ലിട്ടേക്കണതുകൊണ്ട് ഞങ്ങൾക്ക് താഴെ വെക്കാനുള്ള സ്ഥലമില്ല. സോ കൂടുതലും ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനുമായിട്ടാണ് ചെയ്തേക്കണത്. സോ ഇപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫുള്ളെല്ലാവരും പോയി ഒരു ദയനീയ അവസ്ഥയിൽ നിൽക്കണേണ്. എല്ലാ പ്ലാന്റ്സും റീപോർട്ട് ചെയ്യേണ്ടി വരും. ചില പ്ലാന്റ്സൊക്കെ നന്നായിട്ട് വളർന്നിപ്പുണ്ട്, പക്ഷെ അവർക്ക് കട്ട് ചെയ്യണം, റീപോർട്ട് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ജേർണിയിൽ നമുക്ക് എല്ലാവരും പല പല പ്ലാന്റ്സും പ്രൊപ്പഗേറ്റ് ചെയ്യണതും മാറ്റി നടണതും എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാം, എങ്ങനെ ഭംഗിയായി ഗാർഡൻ കൊണ്ടുപോകാമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സോ എല്ലാവരും ഈ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് നമുക്ക് ഈ ഒരു ജേർണി ഒരുമിച്ച് നീങ്ങാം. കണ്ട ആ ഒരു മണി പ്ലാന്റ് തന്നെ കുറേ നാളായി അതൊന്നും ചെയ്തിട്ട് അതൊക്കെ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ ഒരു പുഴുവാണെന്ന് തോന്നുന്നു, ചൊറിയാൻ പുഴുവാണോ ഇത് ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറാണോന്ന് അറിയില്ല, ഇങ്ങനെ ചേമ്പൊക്കെ വളർന്ന് നിൽക്കണതിൻ്റെ ഇടയിൽ കണ്ടതാണ്. അങ്ങനെ കുറേ അത്തിപ്പഴം, ഇത് എന്തൊരു അത്തിപ്പഴം അല്ലല്ലോ, ഇത് അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒടിയാറായിട്ടൊക്കെ നിൽക്കണേന് ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പോൾ കുറേ പണിയുണ്ട് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാവരും അപ്പോൾ എൻ്റെ കൂടെ പോന്നോളൂ, നമുക്കതൊക്കെ ചെയ്യാം. ആൻഡ് ഇതൊക്കെയാണ് ഒരു മിനിയേച്ചറായിട്ട് എൻ്റെ ഗാർഡനിൽ കാണിക്കാനുള്ളത്. ആൻഡ് ഇതൊക്കെ നമുക്ക് വെട്ടി ശരിയാക്കി സെറ്റാക്കി എടുക്കണം. ഒരു പുതിയ ഗാർഡൻ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ആകെ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, ആ ഒരു സെറ്റിംഗ് ഒക്കെ ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്ത വീഡിയോകളിൽ നമുക്ക് അത് സെറ്റാക്കണ എല്ലാ അപ്ഡേറ്റും ഞാൻ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോര്. ആൻഡ് അവസാനം ഞാൻ കണ്ടത് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ഇത് ഇൻഡോർ വെക്കാൻ പറ്റുമെന്ന്. ഇത് ഞാൻ ഇൻഡോർ വെച്ച് നോക്കി, അപ്പോൾ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്ലാന്റ് മാത്രം പോയി. സോ ഞാനൊരു തൈ പറിച്ചെടുത്തിട്ട് അത് ഇൻഡോറിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ 3 എണ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്ക് എൻ്റെ ഗാർഡൻ സൂപ്പറാക്കി എടുക്കാം. എല്ലാവരും പോരൂ. ഓക്കെ, ടാറ്റാ.